السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഏറ്റവും പരമപ്രധാനമായ വിഷയമാണ് തൗഹീദ് എന്നത്. തൗഹീദ് ജീവിതത്തിൽ പാലിക്കുന്നതിനും അത് സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. തൗഹീദ് ഒരാളിൽ ശരിയായാൽ അവൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നു. തൗഹീദിൽ ഒരാൾക്ക് പിഴവ് സംഭവിച്ചാൽ അയാളുടെ മറ്റ് കാര്യങ്ങളെല്ലാം പിഴച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നൽകിയ കൽപ്പന തൗഹീദാണ്. ഖുർആനിൽ അല്ലാഹു ആദ്യമായി വിലക്കിയ കാര്യം തൗഹീദിൻ്റെ വിപരീതമായ ശിർക്കാണ്. എല്ലാ നബിമാരും അവരുടെ സമൂഹത്തെ ആദ്യം ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. നമ്മുടെ റസൂലായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ ജനങ്ങളെ ആദ്യമായി ക്ഷണിച്ചത് തൗഹീദിലേക്കാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് തൗഹീദ് വിവരിക്കുന്നതിനു വേണ്ടിയാണ്. അൽ-അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഖുർആൻ കുല്ലുഹു തൗഹീദ്. വിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ്. ഒന്നല്ലെങ്കിൽ തൗഹീദ് പാലിക്കണമെന്ന കൽപ്പനയാണ്, അതല്ലെങ്കിൽ തൗഹീദിന് വിപരീതമായ ശിർക്ക്, അതിൽ നിന്നുള്ള താക്കീതാണ്, അതല്ലെങ്കിൽ തൗഹീദ് പാലിച്ചവരുടെ ചരിത്രമാണ്, അതല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധം പ്രവർത്തിച്ച മുശ്രിക്കീങ്ങളുടെ ചരിത്രമാണ്, അതുമല്ലെങ്കിൽ തൗഹീദ് പാലിക്കുന്നവർക്ക് പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്, അതുമല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെട്ടു പോയവർക്ക് നാളെ അല്ലാഹു പരലോകത്ത് കാത്തുവച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്, അതുമല്ലെങ്കിൽ തൗഹീദ് ജീവിതത്തിൽ പാലിക്കുന്നവർ അവർ പ്രവർത്തിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ്. അൽ ഖുർആനു കുല്ലുഹു തൗഹീദ്. വിശുദ്ധ ഖുർആൻ മുഴുവനും തൗഹീദാണ്. സൂറത്തുൽ ഫാത്തിഹ അത് മുഴുവനും തൗഹീദാണ്. അതിൻ്റെ മധ്യം തൗഹീദിൻ്റെ തലവാചകമാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിക്കാൻ വേണ്ടി അല്ലാഹു ശക്തമായി കൽപ്പിച്ച കാര്യമാണ് തൗഹീദ്. സൂറത്തു മുഹമ്മദിൽ അല്ലാഹു പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ഫഅലം, താങ്കൾ പഠിക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അല്ലാഹുവിൻ്റെ റസൂലെ അങ്ങ് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പഠിക്കാൻ കൽപ്പിച്ച കാര്യമാണ് തൗഹീദ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന.
ആരെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാചകം അറിഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്കായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എന്താണ് തൗഹീദിന്റെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത്? തൗഹീദ് ഓരോ ദിവസവും പഠിക്കുന്നതിൽ നിന്ന്, അതിൻ്റെ കാര്യം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വീണ്ടും വീണ്ടും പരിശോധിക്കുന്നതിൽ നിന്ന്, തൗഹീദിലായി കൊണ്ട് മരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിൽ നിന്ന് എന്താണ് നിന്നെ തടയുന്നത്? ഇസ്ലാമിലെ ഒന്നാമത്തെയും അവസാനത്തെയും കാര്യം തൗഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് ആരംഭിച്ചത് തൗഹീദിലാണ്. മക്കയിലെ അങ്ങാടികളിൽ, ഉയരമുള്ള പ്രദേശങ്ങളിൽ കയറി നിന്നുകൊണ്ട് അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. തൗഹീദ് നിങ്ങൾ അംഗീകരിക്കണം. തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര മനോഹരമായ വാക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ അവിടുന്ന് രോഗത്തിന്റെ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ട് തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ താക്കീത് നൽകുന്നു. അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബ്റുകളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ വേദന കഠിനമായപ്പോൾ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ആവർത്തിക്കുകയാണ്, തൗഹീദ് ആവർത്തിക്കുകയാണ്. ഇന്ന ലിൽ മൗതി സകറാത്ത്, തീർച്ചയായും മരണത്തിന് കഠിനമായ വേദനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലാണ് നമ്മെ വളർത്തിയത്. അവിടുന്ന് തൗഹീദിലാണ് നമ്മുടെ രക്തവും മാംസവും അത് മുഴുവൻ കലർന്നിരിക്കാൻ കൽപ്പിച്ചത്. തൗഹീദിൽ മരിക്കാനാണ് കൽപ്പിച്ചത്. ഒരാൾ മരിക്കുന്നത് കണ്ടാൽ, മരണാസന്നനായത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കാൻ കിടക്കുന്നവർ, മരണാസന്നരായവർ, അവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് സഹോദര, തൗഹീദ് പഠിക്കുക എന്നത്, അത് പഠിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നത്, അതിലേക്ക് അള്ളാഹു തൗഫീഖ് നൽകുക എന്നത്, തൗഹീദിന്റെ കാര്യം ശ്രദ്ധിക്കാൻ അള്ളാഹു നിനക്ക് നിന്റെ മനസ്സിൽ തോന്നിപ്പിക്കുക എന്നത് മഹത്തരമായ നിഅമത്താണ്. എത്ര പറഞ്ഞാലും, എത്ര അള്ളാഹുവിനോട് ശുക്ർ ചെയ്താലും അവസാനിക്കാത്ത നിഅമത്താണ് തൗഹീദിന്റെ നിഅമത്ത്. സഹോദരങ്ങളെ, തൗഹീദ് പഠിപ്പിക്കുന്നതിനു വേണ്ടി മുൻഗാമികളും പിൽക്കാലക്കാരുമായ പണ്ഡിതന്മാർ അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ കിതാബു തൗഹീദ് എന്ന പേരിൽ ഒരു ഭാഗം തന്നെയുണ്ട്. തൗഹീദുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ച കിതാബു തൗഹീദ് എന്ന ഒരു ഭാഗം തന്നെ അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിലുണ്ട്. മുൻഗാമികളായ ഇബ്നു ഖുസൈമ അവരെ പോലുള്ള പണ്ഡിതന്മാർ അവർക്ക് കിതാബു തൗഹീദ് എന്ന പേരിൽ ഗ്രന്ഥങ്ങളുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തൗഹീദ് വിശദീകരിക്കുന്നതിന് വേണ്ടി രചിച്ച ഗ്രന്ഥമാണ് കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന ഗ്രന്ഥം. വളരെ മനോഹരമായ, ഓരോ മുസ്ലിമും വായിച്ചിരിക്കേണ്ട, തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട, അവർ ഒരു തവണ വായിച്ചു തീർത്താൽ വീണ്ടും ആവർത്തിക്കേണ്ട, വീണ്ടും ആവർത്തിക്കേണ്ട, വീണ്ടും ആവർത്തിക്കേണ്ട മനോഹരമായ ഗ്രന്ഥമാണിത്. അനേകം വിശദീകരണങ്ങൾ എഴുതപ്പെട്ട, അനേകം രൂപത്തിൽ വിവർത്തനങ്ങളിലൂടെയും മറ്റുമെല്ലാം ധാരാളം പ്രചരിച്ച ഗ്രന്ഥങ്ങൾ, അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നാണിത്.
ഇൻഷാ അല്ലാഹ് ഈ ദർസുകളിൽ ഞായറാഴ്ചകളിൽ നമ്മുടെ മസ്ജിദിൽ കിതാബു തൗഹീദ് വിശദീകരിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം, നമ്മുടെ ഈ സമയം നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നമുക്ക് സന്തോഷമേകുന്ന, നമ്മെ അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കാരണമാകുന്ന അമലുൻ സാലിഹായി, സൽക്കർമ്മമായി അള്ളാഹു രേഖപ്പെടുത്തുമാറാകട്ടെ. കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം തൗഹീദിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മുസ്ലിമായ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിശദീകരിക്കുന്ന മനോഹരമായ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഖുർആനിലെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സഹാബികളുടെയോ അവർക്ക് ശേഷമുള്ള താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ മുൻഗാമികളോ ആയ പണ്ഡിതന്മാരുടെ വാക്കുകളുമല്ലാതെ മറ്റൊന്നുമില്ല. ഈ അധ്യായങ്ങളുടെ തലക്കെട്ട് ഒഴിച്ചു നിർത്തിയാൽ, ഓരോ അധ്യായങ്ങൾക്കും നൽകിയ തലക്കെട്ട് ഒഴിച്ചു നിർത്തിയാൽ ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തിൽ ഖുർആനിലെ ആയത്തുകളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോ സഹാബികളുടെ വാക്കുകളോ സലഫുകളുടെ വാക്കുകളോ മുൻഗാമികളായ പണ്ഡിതന്മാർ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇമാമുമാർ അവരുടെ വാക്കുകളോ അല്ലാതെ മറ്റൊന്നും അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഗ്രന്ഥം ആ അർത്ഥത്തിൽ എന്തുകൊണ്ടും മനോഹരമായ, നമ്മൾ പഠിക്കേണ്ട, ഇത് മനഃപ്പാഠമാക്കാൻ സാധിക്കുന്നവർ മനഃപ്പാഠമാക്കേണ്ട ഗ്രന്ഥമാണ്. കാരണം തൗഹീദുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഗ്രന്ഥം മറ്റു പല ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്നത് പോലെ ഇത് ആരംഭിച്ചിട്ടുള്ളത് ബിസ്മി കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുസ്തകങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിൽ സ്വീകരിച്ച രീതിയാണ്. എല്ലാ സൂറത്തുകളുടെയും ആദ്യത്തിൽ സൂറത്തു തൗബ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ സൂറത്തുകളുടെയും ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആരംഭത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതുമ്പോൾ അത് ആരംഭിച്ചിരുന്നത് ബിസ്മി കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടുന്ന് തൻ്റെ കത്തുകൾ എഴുതുന്നവർക്ക് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലായ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന രാജാവിലേക്ക് അയക്കുന്ന കത്താണിത്. ഇലാ മലികി കിസ്റ ഇലാ അദീമിർ റൂം, റോമയിലെ ഭരണാധികാരിക്കുള്ള കത്താണിത്. അങ്ങനെയാണ് അവിടുത്തെ കത്തുകൾ ആരംഭിച്ചിരുന്നത്. വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്താണത്. ആ കത്ത് ബിൽഖീസ് അവർ തുറന്നു നോക്കിയപ്പോൾ എന്താണ് അതിലുണ്ടായിരുന്നത്? അവർ പറഞ്ഞു വഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കത്ത് സുലൈമാൻ എന്ന വ്യക്തിയിൽ നിന്നുള്ളതാണ്. ഇത് തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കുകൊണ്ട്. കത്തുകൾ, പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ ഇവയുടെ ആരംഭത്തിൽ ബിസ്മി എഴുതുക എന്നത് ഈ പറഞ്ഞ നബിമാരുടെ സുന്നത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച രീതിയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും കത്തുകൾ എഴുതുമ്പോൾ കുറച്ച് നീളമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബിസ്മി എഴുതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പണ്ഡിതന്മാർ പറഞ്ഞു, ഏതൊരു സാഹചര്യത്തിലാണോ നീ ബിസ്മി പറയുന്നത് ആ സാഹചര്യത്തിന് യോജിച്ച രൂപത്തിലാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാനിത് ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. ബിസ്മില്ലാഹി ആക്കുൽ. പുസ്തകം വായിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലിയാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസ്മില്ലാഹി അഖറ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാനിതാ വായിക്കാൻ തുടങ്ങുകയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബിസ്മില്ലാഹി അഖറ, ബിസ്മില്ലാഹി ആക്കുൽ അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതാണ് അതിൻ്റെ ഉദ്ദേശം.
അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണം സൂറത്തുൽ ഫാത്തിഹ വിശദീകരിച്ച സന്ദർഭത്തിൽ നമ്മൾ കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. കിതാബു തൗഹീദ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം, അനേകം വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ക്രോഡീകരിക്കുന്ന പുസ്തകങ്ങൾക്ക് അറബിയിൽ പറയുക കിതാബ് എന്ന് പറയും. കിതാബു തൗഹീദ്, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം. നമ്മുടെ പുസ്തകത്തിന്റെ പേരതാണ് കിതാബു അത്തൗഹീദ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? ധാരാളമായി നമ്മൾ കേൾക്കാറുള്ള വാക്കാണിത്. അത്തൗഹീദ് എന്നത് അറബിയിലെ വാക്കാണ്. വഹദ എന്ന വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഏകനാക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് തൗഹീദ് എന്നതിൻ്റെ അർത്ഥം? ഏകനാക്കുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ്. ചില ആളുകൾ ചോദിക്കും, ഏകനാക്കുക എന്ന് പറഞ്ഞാൽ നീ ഏകനാക്കിയാലാണോ അള്ളാഹു ഏകനാകുന്നത്? നമ്മൾ ആക്കിയിട്ട് വേണോ? അതല്ല അതിൻ്റെ അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം അംഗീകരിക്കലാണ്. നിന്റെ ഹൃദയത്തിൽ നീ അത് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം നീ സ്ഥിരപ്പെടുത്തുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. നീ ഏകനാക്കിയില്ലെങ്കിലും നീ ഏകനാക്കിയാലും അള്ളാഹു ഏകനാണ്. ഖുൽ ഹുവ അല്ലാഹു അഹദ്. പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹദാണ്, അവൻ ഏകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തൗഹീദ് എന്ന ഈ പദം തന്നെ വന്നിട്ടുണ്ട് ചില ഹദീസുകളിൽ. ചില ആളുകൾ ചോദിക്കും, തൗഹീദ് തൗഹീദ് എന്ന് നിങ്ങൾ പറയും, തൗഹീദ് എന്ന വാക്ക് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന വാക്ക് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅദ്ദബു നാസു മിൻ അഹ്ലി തൗഹീദ് ഫിന്നാർ ഹത്താ യകൂനു ഫീഹാ ഹുമമ. ആ ഹദീസിൽ അഹ്ലു തൗഹീദ്, തൗഹീദിന്റെ ആളുകളിൽപ്പെട്ട ചിലർ, തെറ്റുകൾ തിന്മകൾ ചെയ്ത ചില ആളുകൾ, അവരെ അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. അവർ തിന്മകൾ ചെയ്താൽ, ഹറാമുകൾ വൻപാപങ്ങൾ പ്രവർത്തിച്ചാൽ, അവരുടെ തിന്മകൾ അധികരിച്ചാൽ അവരെ അള്ളാഹു നരകത്തിൽ ശിക്ഷിക്കുന്നതാണ്. ഹത്താ യകൂനു ഫീഹാ ഹുമമൻ. അങ്ങനെ അവർ നരകത്തിൽ ഈ തീയിൽ കിടന്ന് കരിയുന്നതാണ്, കരിക്കട്ടയായി മാറുന്നതാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ തൗഹീദ് തൗഹീദ് എന്ന് പറയുന്നു, ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൗഹീദ് എന്ന വാക്ക് അവിടുത്തെ ഹദീസുകളിൽ തന്നെ കാണാവുന്ന വാക്കാണ്. തൗഹീദ് എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്. എന്താണ് തൗഹീദ് എന്നാൽ ഇസ്ലാമിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏകനാക്കേണ്ട കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് മാത്രമുള്ളതായി, അവൻ ഏകനാണ് എന്ന് അള്ളാഹു ഖുർആനിലൂടെയോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയോ അറിയിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് നീ അംഗീകരിക്കുകയും അതനുസരിച്ച് നീ പ്രവർത്തിക്കുകയും ചെയ്യലാണ് തൗഹീദ്. പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ടാണ്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളാണ്. അത് സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ ഇല്ല. സൃഷ്ടികളിൽ ഒരാൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ലാത്ത, അള്ളാഹുവിന് മാത്രമുള്ളത് എന്ന് അവൻ അറിയിച്ച കാര്യങ്ങൾ, അതിൽ അള്ളാഹു ഏകനാണ്. അതിൽ അള്ളാഹുവിന് ഒരു പങ്കാളിയുമില്ല. ഉദാഹരണത്തിന് ഇബാദത്തുകൾക്കുള്ള അർഹത, ഇബാദത്ത് ചെയ്യപ്പെടാൻ, ആരാധനകൾ നൽകപ്പെടാൻ അള്ളാഹുവിന് മാത്രമേ അർഹതയുള്ളൂ. ഒരു ഇബാദത്തും ഒരു നബിക്കോ ഒരു മലക്കിനോ ഒരു വലിയനോ ഒരു സാലിഹിനോ അവകാശപ്പെട്ടതല്ല. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രം ഏകമാക്കുക.
എന്നാണ് തൗഹീദിന്റെ ഒരു ഭാഗം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനും സൃഷ്ടികൾക്കുമുണ്ട് എന്ന് അറിയിച്ച ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ പരിപൂർണത അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്ന് അംഗീകരിക്കുക. ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റഹീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ അർ-റഹ്മാനി അർ-റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അല്ലാഹു റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. അല്ലാഹുവിനെ കുറിച്ചും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനും അവന്റെ സൃഷ്ടികൾക്കുമുള്ളതായി അവൻ അറിയിച്ച കാര്യങ്ങളിൽ അതിൻ്റെ പരിപൂർണത അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്ന കാര്യം നീ അംഗീകരിക്കുക. എന്നാണ് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുക എന്ന് പറഞ്ഞത്. റഹീം എന്ന നാമം അതിൻ്റെ പരിപൂർണാർത്ഥത്തിൽ ആർക്കു മാത്രമാണുള്ളത്? അള്ളാഹുവിന് മാത്രമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റഹീം എന്ന് പറയുമ്പോൾ അവിടുന്ന് സൃഷ്ടിയാണ്. ഒരു സൃഷ്ടിയുടേതായ പരിമിതികൾ അംഗീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് റഹീമാണെന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളാണ് സമീഉൻ അലീം, സമീഉൻ ബസീർ. അല്ലാഹു സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്. ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹു അവന്റെ സൃഷ്ടികൾക്കുമുള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, നാം മനുഷ്യനെ സമീഉൻ ബസീറുമാക്കിയിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചും സമീഉൻ ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ കുറിച്ചും സമീഉൻ ബസീർ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ സമീഅാണ് ബസീറാണ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രയോഗമാണ്. അവന് കേൾക്കും, കാണും, അത്രയേ ഉള്ളൂ. അള്ളാഹു സമീഅാണ് ബസീറാണ് എന്ന് പറഞ്ഞാലോ അവൻ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അങ്ങനെ എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന മറ്റേതെങ്കിലും ഒരാളുണ്ടോ? ഇല്ല. അതിൽ അള്ളാഹു ഏകനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് തൗഹീദ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് മാത്രമുള്ളതായി അവൻ പറഞ്ഞ കാര്യങ്ങൾ അത് അള്ളാഹുവിന് മാത്രം ഏകമാക്കുക. അള്ളാഹുവിനും അവന്റെ സൃഷ്ടികൾക്കുമുള്ളതായി പറഞ്ഞ കാര്യങ്ങൾ അവയിൽ അള്ളാഹുവിന് മാത്രമാണ് പരിപൂർണതയുള്ളത് എന്ന കാര്യം അംഗീകരിക്കുക. എന്നാണ് തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ എളുപ്പമായി മനസ്സിലാക്കുന്നതിനു വേണ്ടി അതിൻ്റെ വിഭജനങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഉദാഹരണത്തിന് നിസ്കാരം, അതിൻ്റെ ഷർത്തുകൾ നമുക്ക് എണ്ണി പഠിക്കാൻ പറ്റും. നിസ്കാരത്തിന്റെ റുക്നുകൾ എണ്ണി പഠിപ്പിക്കും, നിസ്കാരത്തിന്റെ വാജിബുകൾ എണ്ണി പഠിപ്പിക്കും. എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കേണ്ട വിഷയങ്ങൾ എന്തെല്ലാമാണ് എന്ന് പണ്ഡിതന്മാർ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഏകനാക്കണം. ഖുർആനും സുന്നത്തും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ 3 കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കണമെന്ന കൽപ്പനകൾ പലയിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളിൽ ഒരാൾ അല്ലാഹുവിനെ ഏകനാക്കിയാൽ അവൻ തൗഹീദുള്ളവനായി. ഏതൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം, അല്ലാഹു മാത്രമാണ് നിന്റെ റബ്ബ് എന്ന് നീ അംഗീകരിക്കുക. അല്ലാഹു മാത്രമാണ് നിന്റെ റബ്ബ്. നിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് നിന്നെ പടച്ചത്, അല്ലാഹുവാണ് നിനക്ക് ജീവൻ നൽകിയത്, അല്ലാഹുവാണ് നിനക്ക് ഉപജീവനം നൽകുന്നത്, അല്ലാഹുവാണ് മരണം വിധിക്കുന്നത്, അല്ലാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്, അല്ലാഹുവാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത്, അല്ലാഹുവാണ് സസ്യങ്ങളെ മുളപ്പിക്കുന്നത്. റബ്ബ് എന്നതിൻ്റെ അർത്ഥം അതാണ്.
അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. ജീവൻ നൽകുക, മരിപ്പിക്കുക, ഉപജീവനം നൽകുക, സൃഷ്ടിക്കുക, മരിപ്പിക്കുക, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണ്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു. ഏതെങ്കിലും ഒരു മൺതരി പടക്കുന്നതിൽ ഏതെങ്കിലും ഒരു മലക്ക് അള്ളാഹുവിനെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ അള്ളാഹു ഏകനാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ അള്ളാഹു ഒരു പങ്കാളിയെയും നിശ്ചയിച്ചിട്ടില്ല. ഒരു വലിയോ ഒരു നബിയോ ഒരു സാലിഹായ മനുഷ്യനോ ഒരു മലക്കോ ഒരാളും തന്നെ ആകാശഭൂമികളിൽ മിസ്കാൽ ദർറ, ഒരു ഉറുമ്പിന്റെ കാലടിപ്പാട് പടക്കുന്നതിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽ പങ്കാളിയ ഒരാളുമില്ല. ഇത് മുഴുവൻ അള്ളാഹുവിന്റെ ഏകത്വമുള്ള കാര്യമാണ്. അവൻ ഉദ്ദേശിക്കുമ്പോഴാണ് ജനങ്ങൾ മരിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുമ്പോഴാണ് ജനങ്ങൾ ജനിക്കുന്നത്. ഇതിലൊന്നും ആർക്ക് ഒരു പങ്കുമില്ല. നബിമാർക്കോ ഔലിയാക്കന്മാർക്കോ സാലിഹീങ്ങൾക്കോ യാതൊരു പങ്കുമില്ല. തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം ഇതാണ്. എൻ്റെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് നീ അംഗീകരിക്കുക. തൗഹീദിന്റെ ഒന്നാമത്തെ ഭാഗം. ഈ പറഞ്ഞ ഭാഗം ഏറെക്കുറെ മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്ന കാര്യമായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ, അവരോട് നിങ്ങൾ ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൽ തന്നെ നിങ്ങൾക്ക് കാണാം, വലഇൻ ശഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂലെ അവരോട് ചോദിച്ചാൽ അവർ പറയും, എന്ത് പറയും? ലയഖൂലുന്ന, എന്താ പറയും അവർ? അല്ലാഹ്. അവർ പറയും അള്ളാഹുവാണ് പടച്ചത്. ആ കാര്യത്തിൽ അവർക്ക് അള്ളാഹുവാണ് ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ചത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ച ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളോട് പോയി അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചത്, ലാത്തയല്ല ഉസ്സയല്ല എന്ന് അവരെ പ്രത്യേകം പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അതവർക്കറിയാമായിരുന്നു. തൗഹീദിന്റെ ഈ ഭാഗം അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ തൗഹീദ് ശരിയാവുകയില്ല. രണ്ടാമത്തെ ഭാഗം വളരെ പരമപ്രധാനമായ കാര്യമാണ്. അതിലാണ് നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിൽ തർക്കമുണ്ടായത്. അതേതാണ് ഭാഗം? അതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. എൻ്റെ റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നത് പോലെ നീ പറയേണ്ട കാര്യമാണ് എൻ്റെ ഇലാഹ് അള്ളാഹു മാത്രമാണ്. തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവൻ, സർവ ഇബാദത്തുകൾക്കും അർഹതയുള്ള ഏക ഇലാഹ് എൻ്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനു മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, നോമ്പ് നോൽക്കുന്നുണ്ട് എങ്കിൽ, ഹജ്ജ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ദുആ ചെയ്യുന്നുണ്ട് എങ്കിൽ, സഹായത്തേട്ടം നടത്തുന്നുണ്ട് എങ്കിൽ, ഇസ്തിഗാസ നടത്തുന്നുണ്ട് എങ്കിൽ, ഇസ്തിആനത്ത് നടത്തുന്നുണ്ട് എങ്കിൽ, രോഗം മാറ്റിത്തരാൻ വേണ്ടി തേടുന്നുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കുന്നു, എന്ത് ഇബാദത്താകട്ടെ എൻ്റെ റബ്ബായ അള്ളാഹുവിന് മാത്രമേ അതിന് അർഹതയുള്ളൂ. എവിടെയാണ് നബിമാരും അവരുടെ ശത്രുക്കളും തമ്മിൽ വ്യത്യാസമുണ്ടായി? വിശുദ്ധ ഖുർആനിൽ സൂറത്തു സാദിൽ നിങ്ങൾ എടുത്തു നോക്കൂ. എന്താണ് മുശ്രിക്കുകൾ പറഞ്ഞത്? അവർ പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളെ എല്ലാം ഇവൻ ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. കണ്ടില്ലേ? എല്ലാ സ്രഷ്ടാക്കളെയും കൂടി ഒരൊറ്റ സ്രഷ്ടാവാക്കി എന്നല്ല പറഞ്ഞത്. ആരാധിക്കപ്പെടുന്ന ഇലാഹുകളെ എല്ലാം ഇവൻ ഒരൊറ്റ ഇലാഹാക്കിയിരിക്കുന്നു. അതാണ് അവർക്കിടയിൽ ഉണ്ടായ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യണം. മുശ്രിക്കുകൾ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനോടും ദുആ ചെയ്യും, അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യും. ആ മാത്രത്തിലാണ് പ്രശ്നമുണ്ടായത്. മാത്രമാണ് അവർക്കിടയിലെ പ്രശ്നം. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെട്ട അബൂജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നക തഅരിഫു മൻ അതാന ബിമാ ലാ നഅരിഫ്, അല്ലാഹുമ്മ ഇന്നക തഅലമു മൻ അതാന ബിമാ ലാ നഅരിഫ്. അല്ലാഹുവേ, ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ പിതാക്കന്മാർ കേട്ടിട്ടില്ലാത്ത പുത്തൻവാദവുമായി വന്നത് ആരാണ് എന്ന് അല്ലാഹുവേ നിനക്കറിയാം.
ഞങ്ങൾക്കിടയിൽ ഐക്യം തകർത്തത് ആരാണ് എന്ന് അള്ളാഹുവെ നിനക്കറിയാം. ആരുടെ പ്രാർത്ഥനയാണിത്? അബൂജഹലിന്റെ പ്രാർത്ഥനയാണ്. ഫഅഹിൻഹുൽ ഗദാ, അതുകൊണ്ട് നാളെ പകലിൽ അള്ളാഹുവെ ബദറിൽ വെച്ചുകൊണ്ട് നീ മുഹമ്മദിനെയും കൂട്ടരെയും നാണം കെടുത്തണമേ. ആരുടെ പ്രാർത്ഥന? അബൂജഹലിന്റെ പ്രാർത്ഥന. ആരോടും പ്രാർത്ഥിച്ചു? അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹു. നിങ്ങൾ സത്യത്തിന്റെ ആളുകളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ, നിങ്ങൾക്കിതാ ആ വിജയം വന്നെത്തിയിരിക്കുന്നു. സത്യത്തിന്റെ ആളുകൾ ബദറിൽ വിജയിച്ചിട്ടുണ്ട്. അബൂജഹൽ അള്ളാഹുവിനെ അല്ലായിരുന്നു വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ പിന്നെന്തിനാണ് അള്ളാഹു അത് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അബൂജഹൽ വിളിച്ചു ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറിയാൽ തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിച്ചു വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു ദുആ ചെയ്യും. ഖുർആനിലെ ആയത്താണ് ഈ പറയുന്നത്. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. എന്നാൽ അവർ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കും. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന തൗഹീദിന്റെ ആദ്യത്തെ ഭാഗം അവർ അംഗീകരിച്ചിരുന്നു. എന്നാൽ അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം അത് അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഭാഗം. നമ്മൾ എത്ര കാര്യം? അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ്, അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ട്, അവൻ്റെ വിശേഷണങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് നീ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ പേരുകൾ, ഉദാഹരണത്തിന് റഹ്മാൻ, അള്ളാഹുവിൻ്റെ പേരാണ്, അവന് മാത്രം അർഹതപ്പെട്ട പേരാണ്. ആ പേര് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്കും വിളിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന ദിവസങ്ങളിൽ യമാമ എന്ന പ്രദേശത്ത് യമനിൽ ഒരു നബി പ്രത്യക്ഷപ്പെട്ടു, ഒരു കള്ള നബി. മുസൈലിമ എന്നായിരുന്നു അവൻ്റെ പേര്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ചരിത്രത്തിൽ അവനെ വിശേഷിപ്പിച്ചതായി കാണാം. അവൻ സ്വന്തത്തെ വിശേഷിപ്പിച്ചിരുന്നത് റഹ്മാനുൽ യമാമ എന്നായിരുന്നു. യമാമയിലെ റഹ്മാൻ എന്നാണ് അവൻ പറഞ്ഞിരുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അവൻ അള്ളാഹുവിൻ്റെ പേര് തൻ്റെ സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞപ്പോൾ അള്ളാഹു അവൻ്റെ പേരിന് ചേർത്തി കൊടുത്തത് ഏറ്റവും മോശമായ വിശേഷണമാണ്. അവൻ്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുമ്പോഴെല്ലാം ആളുകൾ പറയുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. അവൻ റഹ്മാൻ എന്ന് ചേർത്തിയപ്പോൾ അള്ളാഹു അവൻ്റെ പേരിന് വേറൊന്ന് വെച്ചു കൊടുത്തു, കള്ളനായ മുസൈലിമ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേരുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, അതിൽ അള്ളാഹുവിനെ ഏകനാക്കണം. നമ്മൾ ഹായിയ വിശദീകരിച്ച സന്ദർഭത്തിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ ചിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇത് തൗഹീദിൻ്റെ 3 ഭാഗങ്ങളാണ്. ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ തന്നെ പറയുന്നത് പ്രത്യേക ഇബാദത്താണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇത് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്. ഏതുപോലെ നിസ്കാരത്തിൻ്റെ ഷർത്തും ഫർളും വുളൂ മുറിക്കുന്ന കാര്യങ്ങളും വുളൂവിൻ്റെ ഷർത്തും ഫർളും ഒക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കാറുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതാണോ? അല്ല. അത് നമുക്ക് എളുപ്പത്തിനു വേണ്ടി പണ്ഡിതന്മാർ വിശദീകരിച്ച കാര്യമാണ്. അതുപോലെ തൗഹീദ് മനസ്സിലാകുന്നതിനു വേണ്ടി പണ്ഡിതന്മാർ ഈ രൂപത്തിൽ അതിൻ്റെ 3 ഭാഗങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം അത് 5 ഭാഗങ്ങളാണ്. പ്രധാനമായും 5 ഭാഗങ്ങളാണ്. 5 ഭാഗങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൗഹീദ് എന്ന വിഷയം അത് ശരിക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഒന്നാമത്തെ ഭാഗം തൗഹീദിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും ബോധ്യപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം തൗഹീദിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും, എന്താണ് തൗഹീദ് എന്ന കാര്യം എന്താണ് തൗഹീദ്, അതാണ് ഒന്നാമത്തെ വിഷയം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അതാണ്. രണ്ടാമത്തെ കാര്യം, ഈ തൗഹീദ് അതിൻ്റെ പൂർണ്ണത എങ്ങനെ എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന വിഷയമാണ്. തൗഹീദ് അതിന് അടിത്തറയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പൂർണ്ണതയുണ്ട്. ഒരു മരമാണ് തൗഹീദ് എന്ന് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ, തൗഹീദിന് വേരുകളുണ്ട്, അതിന് തടിയുണ്ട്, ശാഖകളുണ്ട്, ഫലങ്ങളുണ്ട്. ഒരാളുടെ തൗഹീദ് അള്ളാഹുവിനെ മാത്രം ഒരാൾ ഇബാദത്ത് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് ഒരാൾ ചെയ്താൽ അയാൾ തൗഹീദിൻ്റെ അടിത്തറ പാലിച്ചയാളാണ്. എന്നാൽ അതിൻ്റെ പൂർത്തീകരണമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ കിതാബ് വിശദീകരിക്കുമ്പോൾ അത് പറയും. തൗഹീദിൻ്റെ അടിത്തറയുണ്ട്, അതാണ് ആദ്യം വിശദീകരിക്കുക.
രണ്ടാമത്തെ ഭാഗം തൗഹീദിന്റെ പൂർത്തീകരണം എന്താണ് എന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം തൗഹീദിന് വിപരീതമായ കാര്യം, അതിനെക്കുറിച്ചുള്ള വിവരണമാണ്. എന്താ തൗഹീദിന് വിപരീതമായ കാര്യം? ശിർക്ക്. എന്താണ് ശിർക്ക്? ശിർക്കിനെ എങ്ങനെ ഭയക്കണം? ശിർക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം? ഇതാണ് ഈ കിതാബ് തൗഹീദിലെ മൂന്നാമത്തെ ഭാഗം. ഇങ്ങനെയാണ് നിങ്ങൾ തൗഹീദ് പഠിക്കേണ്ടത്. എന്താണ് തൗഹീദ്? എങ്ങനെയാണ് തൗഹീദ് പൂർത്തീകരിക്കേണ്ടത്? എന്താണ് തൗഹീദിന്റെ വിപരീതമായ കാര്യം? തൗഹീദിന്റെ വിപരീതം പഠിച്ചിട്ടില്ലെങ്കിൽ വിപരീതത്തിൽ പോയി ചാടും. അതുകൊണ്ട് ശിർക്ക് പഠിക്കുക എന്നത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യം തൗഹീദിന്റെ അടിവേരറുക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ്. ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് തൗഹീദ് പൂർണ്ണമായി ഇല്ലാതെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? അഞ്ചാമത്തെ കാര്യം തൗഹീദിന്റെ അന്തസത്ത, അതിൻ്റെ പൂർണ്ണതയെ നശിപ്പിക്കുന്ന, അതിൽ കുറവ് വരുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചുള്ള വിവരണമാണ്. തൗഹീദ് എന്താണ്? തൗഹീദിന്റെ പൂർത്തീകരണം എന്താണ്? തൗഹീദിന്റെ വിപരീതം എന്താണ്? തൗഹീദിനെ അടിവേരോടുകൂടി അറുത്ത് കളയുന്ന കാര്യങ്ങൾ എന്താണ്? തൗഹീദിൽ കുറവ് വരുത്തുന്ന കാര്യങ്ങൾ എന്താണ്? ഒക്കെ മനോഹരമായ ക്രമമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ കിതാബിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ തൗഹീദിന്റെ വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. കിതാബു തൗഹീദ് ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു വഖൗലുല്ലാഹി അസ്സ വജൽ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ഗ്രന്ഥത്തിൽ ആദ്യം നൽകിയിട്ടുള്ള ആയത്ത് അതാണ്. സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ ആയത്താണത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നിങ്ങളിൽ പലർക്കും കാണാപ്പാടമുള്ള മനപ്പാടമുള്ള ആയത്തെ. അല്ലാഹു പറയുന്നു വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഞാൻ പടച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെ സൃഷ്ടിച്ചിട്ടില്ല, ഇൻസിനെയും സൃഷ്ടിച്ചിട്ടില്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ ആരാണ്? ആലമുൻ ഗൈബി, അവർ നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. മനുഷ്യരെ പോലെ തന്നെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കേണ്ട, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബാധ്യതപ്പെട്ട, മനുഷ്യരെ പോലെ തന്നെ സ്വർഗവും നരകവും വാഗ്ദാനം ചെയ്യപ്പെട്ട വിഭാഗമാണ് ജിന്നുകൾ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, വൽ ഇൻസ, മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്തുകൊണ്ട് ആദ്യം ജിന്നിനെ കുറിച്ച് പറഞ്ഞത്? ആദ്യം മനുഷ്യനെ കുറിച്ച് പറയാൻ, ആദ്യം ജിന്നിനെ കുറിച്ച് പറയാനുള്ള കാരണം ആദ്യം പഠിച്ചത് ജിന്നിനെയാണ്. മനുഷ്യരുടെ സൃഷ്ടിപ്പിന് മുൻപ് അള്ളാഹു ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ജിന്ന് എന്ന് പേര് തന്നെ നൽകപ്പോൾ അറബിയിൽ പൊതുവെ ജീമും നൂനും ചേർന്ന് വരുന്ന വാക്കുകൾ, അതിൽ പൊതുവെ ഒരു മറ ഉള്ള കാര്യങ്ങൾക്കാണ് അത് പറയുക. മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾക്കാണ് അറബിയിൽ ജീമും നൂനും ചേർന്ന് വരുന്ന വാക്കുകൾ പൊതുവെ അങ്ങനെയായിരിക്കും. ജിന്ന് ഒരു ഉദാഹരണമാണ്. ജന്നത്ത്, ജന്നത്ത് എന്ന് പറയുന്ന വാക്ക് സ്വർഗം, അതല്ലെങ്കിൽ സ്വർഗം മനുഷ്യന് കാണിക്കപ്പെടാത്ത മറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തോട്ടത്തിന് ജന്നത്ത് എന്ന് പറയും. എന്തുകൊണ്ടാണ്? മരങ്ങൾ കൊണ്ട് അതിനുള്ളിലുള്ളത് എന്താണ് എന്ന കാര്യം മറിഞ്ഞിരിക്കും. ഗർഭസ്ഥ ശിശുവിന് പറയും ജനീൻ എന്ന് പറയും. ജനീൻ എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവാണ്. കാരണം നമുക്ക് കാണാനില്ല, മറിഞ്ഞിരിക്കാൻ. അതുകൊണ്ട് അറബി ഭാഷയുടെ പ്രത്യേകതകളിൽ ഒന്നാണിത്. അതിൽ ചില വാക്കുകൾ ചേർന്നതിലൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും. വമാ ഖലഖ്തുൽ ജിന്ന, ജിന്നുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ജിന്നുകൾ അവയെ കാണാൻ കഴിയില്ല. വആലമുൻ ഗൈബിയ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ജിന്നുകൾ അവർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങളെ കാണാൻ അവർക്ക് കഴിയും, എന്നാൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇൻസിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, ഇൻസാൻ. മനുഷ്യന് ഇൻസാൻ എന്നാണ് അറബിയിൽ പറയും. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇൻസ് എന്ന വാക്ക് അവർ പറഞ്ഞു ഉൻസ് എന്ന വാക്കിൽ നിന്നാണ്. ഉൻസ് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യർ പൊതുവെ ഇണക്കം ആഗ്രഹിക്കുന്നവരാണ്. ഒറ്റയ്ക്കിരിക്കുക എന്നത് ഒരു പ്രയാസമുണ്ടാക്കുന്നതാണ്. മനുഷ്യൻ്റെ പ്രകൃതം ഇണക്കമുണ്ടാകുന്നതാണ്.
അതുകൊണ്ടാണ് ആ പേര് തന്നെ നൽകപ്പെട്ടത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്തിനു വേണ്ടിയല്ലാതെ, ഇല്ല ഈ ഒരു കാര്യത്തിനു വേണ്ടിയല്ലാതെ, ലിയഅ്ബുദൂൻ എനിക്ക് മാത്രം അവർ ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. വളരെ മനോഹരമായ പ്രയോഗമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അതേ പ്രയോഗത്തിന് സമാനമാണിത്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. അത് കേട്ടാൽ തോന്നും ഒരു ഇലാഹുമില്ലയോ? ഇല്ല, ഒരു ഇലാഹുണ്ട്, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാഹ്. അതേപോലെയാണ് ഇവിടെ പറഞ്ഞത്, ജിന്നിനെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അള്ളാഹു പറയുന്നു അവരെ ഞാൻ പടച്ചിട്ടേ ഇല്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം അവർ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ. അറബിയിലെ ഏറ്റവും ശക്തമായ പ്രയോഗങ്ങളിൽ ഒന്നാണത്. ഇങ്ങനെ പറയുന്ന പ്രയോഗങ്ങൾ അറബിയിൽ ഹസറിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഇതിനു വേണ്ടി മാത്രമാണ് എന്ന് പറയാൻ അറബിയിൽ പ്രയോഗിക്കാവുന്ന ഏറ്റവും നല്ല പ്രയോഗം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. പണ്ഡിതന്മാർ മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു, ലിയഅ്ബുദൂൻ എന്നതിൻ്റെ അർത്ഥം ലിയുവഹിദൂൻ എന്നാണ്. അവർ എന്നെ മാത്രം ഏകനാക്കുന്നതിന്, തൗഹീദുള്ളവരാകുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഈ ആയത്തിൽ നിന്ന് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം സഹോദര, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നതാണ്. എന്തിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്? നിങ്ങൾ ഓരോരുത്തരും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഇതുമെന്നാണ് ദീന് ആരംഭിക്കുന്നത്, ഈ ചിന്തയിൽ നിന്നാണ്. ഈ ചിന്തയില്ലേ അവർ ദീനില്ലാതെയാകും. അള്ളാഹു എന്നെ പഠിച്ചത് എന്തിനാണ്? അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയാണ് പഠിച്ചത്. ഇതിനിടയിൽ കച്ചവടവും കുടുംബജീവിതവും വീടുണ്ടാക്കലും പണിയെടുക്കലും ഇതൊക്കെ അള്ളാഹു ദുനിയാവിൽ അനുവദിച്ചു നൽകിയ കാര്യമാണ്. അതെ, നിനക്ക് അതിൽ നല്ല നീയത്തുണ്ട് എങ്കിൽ അതും ഇബാദത്താണ്. എന്നാൽ നിന്റെ ലക്ഷ്യം എന്താണ്? നീ അള്ളാഹുവിൻ്റെ അടിമയാകുക എന്നതാണ്, നീ അവൻ്റെ അബ്ദാകുക എന്നതാണ്, നീ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്. ഇത് മനസ്സിലാക്കിയാൽ സഹോദരങ്ങൾ അനേകം പ്രശ്നങ്ങൾ അവസാനിക്കും. പല ആളുകളും ഇസ്ലാമിലെ കൽപ്പനകൾ വിധിവിലക്കുകൾ കേട്ടാൽ അവൻ പറയും ആ കൽപ്പന അത് അത്ര ശരിയില്ല, ആ പറഞ്ഞത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, നിനക്കങ്ങനെ പറയാൻ അവകാശമില്ല. നീ അബ്ദാൻ, അള്ളാഹുവിൻ്റെ അടിമയാണ്. അള്ളാഹുവാണ് റബ്ബ്. അവനെ അനുസരിക്കാനാണ് അവൻ നിന്നെ പഠിച്ചത്. നിനക്ക് പറ്റുന്നത് സ്വീകരിക്കാനല്ല, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാൻ, ഇഷ്ടമില്ലാത്തത് തള്ളാനുമല്ല. അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്, അവൻ്റെ അടിമയാകാൻ, അവൻ്റെ അബ്ദാകാൻ. ഇത് വളരെ മനോഹരമായ ദീനിന്റെ തുടക്കം ഇതിൽ നിന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ അള്ളാഹു ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു നമ്മെ പഠിച്ചത് വെറുതെ അല്ല. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്താണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ നാം വെറുതെ ഒരു കാര്യവുമില്ലാതെ വൃഥാ പഠിച്ചതാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടങ്ങി വരില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. فتعالى الله, അങ്ങനെ നിങ്ങളെ വെറുതെ പടക്കുക എന്നതിൽ നിന്ന് അള്ളാഹു അങ്ങേറ്റം പരിശുദ്ധനാണ്. വെറുതെ ഒരു കാര്യം ചെയ്യുക എന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന് അയാൾ ഒരു 2 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അയാളെ കുറിച്ച് എന്താണ് ധരിക്കുക? അയാൾക്ക് തലക്ക് പ്രശ്നമുണ്ട് എന്ന് ആളുകൾ വിചാരിക്കും. ഒരാൾ, നമ്മുടെ നാട്ടിൽ ആളുകൾ പറയാറുള്ള കഥ, ഒരു മനുഷ്യൻ രാവിലെ മലക്ക് മുകളിലേക്ക് ഒരു പാറ ഉരുട്ടിക്കയറ്റും.
അങ്ങനെ അത് മുഴുവൻ അവിടെ എത്തിയതിനു ശേഷം അത് താഴത്തേക്ക് തന്നെ വലിച്ചെറിയും. ആളുകൾ അയാളെ ഭ്രാന്തൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ട്? വെറുതെ പ്രവർത്തിക്കുന്ന കാര്യമാണ്. മനുഷ്യർ വെറുതെ ഒരു കാര്യം ചെയ്യുക എന്നത് അവർക്ക് മോശമായ കാര്യമാണ് എങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ് എങ്ങനെയാണ് വെറുതെ പടക്കുക? ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, സർവ്വതിന്റെയും രാജാവായ യഥാർത്ഥ ആരാധ്യനായ ഹഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ്. അവൻ ഒരിക്കലും ഇത് വെറുതെ പഠിച്ചതല്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ ഖുഊദൻ അലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിന അദാബൻ നാർ. അവർ നിന്നും ഇരുന്നും കിടന്നുമെല്ലാം അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. അവർ പറയുന്നു റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, അല്ലാഹുവേ നീ ഇത് ഒരിക്കലും വെറുതെ പഠിച്ചതല്ല, നിന്നെ അള്ളാഹു വെറുതെ പഠിച്ചതല്ല, അവനെ ഇബാദത്ത് ചെയ്യാൻ പഠിച്ചതാണ്, നിന്റെ ലക്ഷ്യം അതാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്തുന്ന ആയത്താണ് ഇത്. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ, അള്ളാഹു പറഞ്ഞു വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല. ശരി, എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ ഇബാദത്തിന്റെ നിർവചനങ്ങളായി പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ മനോഹരമായൊരു നിർവചനം ഇപ്രകാരമാണ്. അവർ പറഞ്ഞു അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് അനേകം പ്രവർത്തനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്കിന് കീഴിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനാണോ ഇബാദത്ത് എന്ന് പറയുന്നത്? അല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, അത് പലതരം പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്ന നാമമാണ്. നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സകാത്ത് ഇബാദത്താണ്, ഹജ്ജ് ഇബാദത്താണ്, പ്രാർത്ഥന ഇബാദത്താണ്. ഇബാദത്തുകൾ അനേകമുണ്ട്. ഇങ്ങനെ അനേകം പ്രവർത്തനങ്ങളെ ഒരുമിപ്പിക്കുന്ന വാക്കാണ് ഇബാദത്ത് എന്നത്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള അവന് തൃപ്തികരമായ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുമിപ്പിക്കുന്ന വാക്കാണ്. ഒരു കാര്യം ഇസ്ലാമിൽ ഇബാദത്താണോ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് അത് ഇഷ്ടമാണ്, അള്ളാഹുവിന് അത് തൃപ്തിയാണ്. ഉദാഹരണത്തിന് നിസ്കാരം, നിസ്കരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്, സകാത്ത് നൽകുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. മാത്രമല്ല അതിൽ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇബാദത്തുകൾ അള്ളാഹു പഠിപ്പിച്ചാൽ മാത്രമേ ഇബാദത്താവുകയുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹുവിന് ഒരു കാര്യം ഇഷ്ടമാണോ അല്ലേ എന്ന് ആരാണ് പറയേണ്ടത്? അള്ളാഹു പറയേണ്ടത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. ഒരാൾ സുബ്ഹിന്റെ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് പകരം 4 റക്അത്ത് നിസ്കരിക്കാൻ, എന്നിട്ട് പറയുന്നത് റക്അത്തല്ലേ, ഫാത്തിഹയല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദല്ലേ ഓതിയത്, അള്ളാഹിനോടല്ലേ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാലോ, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാലോ ശരിയാവോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിലേക്ക് പഠിപ്പിച്ചത് 2 റക്അത്താണ്. അവിടെ അതേ പാടൂ, അവിടെ മാറ്റാൻ പാടില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന് തൃപ്തിയുള്ള കാര്യങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയുക. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള അവന് തൃപ്തിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇബാദത്ത് എന്ന് പറയാം. അപ്പോൾ സഹോദര, നീ ഏതൊരു ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിന് നിന്നോടുള്ള സ്നേഹം വർദ്ധിക്കുന്നുണ്ട്. നീ നിസ്കരിച്ചാൽ അള്ളാഹു നിന്നെ കൂടുതൽ സ്നേഹിക്കും, നീ സകാത്ത് നൽകിയാൽ അള്ളാഹു നിന്നെ കൂടുതൽ സ്നേഹിക്കും, നീ ഹജ്ജ് ചെയ്താൽ അള്ളാഹു നിന്നെ കൂടുതൽ സ്നേഹിക്കും, നീ നന്മ കൽപ്പിച്ചാൽ തിന്മ വിരോധിച്ചാൽ അള്ളാഹു നിന്നെ കൂടുതൽ സ്നേഹിക്കും, നീ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച അള്ളാഹുവിന് നിന്നോടുള്ള ഇഷ്ടം വർദ്ധിക്കും. അപ്പോൾ ഇബാദത്ത് ചെയ്യാനുള്ള പ്രേരണ എന്താണ്? അള്ളാഹുവിൻ്റെ സ്നേഹം കൂടുതൽ കൂടുതൽ ലഭിക്കുക എന്നതാണ്. അങ്ങനെ ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കിയവന് പറയുന്ന പേരാണെന്ത്? വലിയ എന്നത്. അവനാണ് വലി, അവനാണ് ഔലിയ. ഔലിയ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്.
വലിയ എന്നതാണ് ഒരാൾക്ക് പറയുന്ന പേര്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് സുന്നത്തുകളും ഫർദുകളും നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കിയവരാണ്. അതല്ലാതെ ഇബാദത്ത് ചെയ്യാത്തവരല്ല. നമ്മളെ നാട്ടിൽ പലപ്പോഴും ഒരാൾ വലിയാകണമെങ്കിൽ മിനിമം ക്വാളിറ്റിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരാൾ നിസ്കരിച്ചാൽ അവൻ വലിയല്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും 5 നേരം നിസ്കരിക്കാൻ ജമാഅത്തിന് വരുന്ന, നോമ്പ് നോൽക്കുന്ന, ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന, മുടിയും താടിയൊക്കെ വെട്ടി വൃത്തിയാക്കി നടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ നോക്കി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പോകുന്നൊരു വലിയാണ് എന്ന് പറയുന്നത് ഇല്ല. ജനങ്ങളുടെ കണ്ണിൽ ഒരാൾ വലിയാകണമെങ്കിൽ അവൻ ഇബാദത്തുകൾ അവസാനിപ്പിക്കണം. ഇസ്ലാമിൻ്റെ കണ്ണിൽ ഒരാൾ വലിയാകണമെങ്കിൽ അവൻ ഇബാദത്തുകൾ നിർവഹിക്കണം. അതുകൊണ്ടാണ് അൽ ഇമാമു ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ആകാശത്തുകൂടെ പറക്കുന്നത് നീ കണ്ടാലും, ഒരാൾ വെള്ളത്തിനു മുകളിലൂടെ നടക്കുന്നത് നീ കണ്ടാലും അവൻ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് നീ പറയരുത്. അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടാണ് ആൾക്കാരെ വലിയാക്കുക. അത്ഭുത പ്രവർത്തനങ്ങളാണ് ഒരാളെ വലിയാക്കുന്നത് എങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വലിയാകാൻ അർഹതയുള്ളത് ഇവിടുത്തെ മജീഷ്യന്മാരായിരിക്കും. അവരെന്തൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ട്. അവരെ 2ആയി മുറിച്ചാൽ അത് അവർ ചേർന്നങ്ങ് വരുന്നു. അവരത് ആ തീയിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നു. വലിയാകുക ഒരാൾ ഇല്ല. അത്ഭുത സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾ വലിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പഠിപ്പിച്ച ഇബാദത്തുകൾ നിർവഹിക്കുന്നവനാണ് വലി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്നത് എങ്ങനെയാണ് മരിച്ചത്? എവിടുന്ന അദ്ദേഹത്തിന് കുത്തേറ്റത്? നിസ്കരിക്കുമ്പോഴാണ് കുത്തേറ്റത്. ഔലിയാക്കന്മാരുടെ തലവനാണ് അദ്ദേഹം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെ മരിച്ചത്? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെട്ടേറ്റത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെ മരിച്ചത്? സുബ്ഹ് നിസ്കാരത്തിന് ജനങ്ങളെ ഉണർത്താൻ വേണ്ടി മസ്ജിദിലേക്ക് കയറി വരുമ്പോഴാണ് അദ്ദേഹത്തെ വധിച്ചത്. ഔലിയാക്കന്മാരുടെ തലവന്മാർ ഇങ്ങനെയാണ്. സയ്യിദ് വലദി ആദം, ആദം സന്തതികളുടെ നേതാവ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം അലി ഇബ്നു അബി ത്വാലിബിന്റെയും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെയും കൈകളിൽ റളിയല്ലാഹു അൻഹുമ അവരുടെ തോളുകളിൽ തൻ്റെ കൈകൾ തൂക്കി വെച്ചുകൊണ്ട് അവരുടെ മേൽ ശരീരം വഹിച്ചുകൊണ്ട് തൻ്റെ കാലുകൾ മണ്ണിൽ വലിച്ചഴച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പോവുകയാണ്. ഇസ്ലാം പഠിപ്പിച്ച വലിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന ദിവസം വരെ സഹാബികൾ പറയുന്ന, അവിടുന്ന് ഞങ്ങൾ നിസ്കാരത്തിന് സഫ് കെട്ടിയപ്പോൾ അവിടുത്തെ നിസ്കരിക്കാൻ വരാൻ വയ്യ, അസുഖം കഠിനമായിരിക്കുന്നു. അവിടുന്ന് തൻ്റെ മുറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മസ്ജിദിലേക്കുള്ള കർട്ടൻ നീക്കി ഞങ്ങൾ സഫ് കെട്ടി നിൽക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. ഞങ്ങളുടെ നിസ്കാരം ഫിത്നയിലായി പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി, സന്തോഷം കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടം കാരണം. നോക്കൂ നിങ്ങൾ, ഇബാദത്തിലായി അവർ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമുണ്ടായത്. ഇന്ന് ജനങ്ങൾ ഔലിയാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുണ്ടായിരുന്ന വലിയകളെങ്കിൽ സഹാബിമാരെല്ലാവരും ഔലിയാക്കന്മാരാണ്. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരാണ്. റളിയല്ലാഹു അൻഹും വറദു അൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തിന്നാ പല്ലേക്കാത്ത, ഉറക്കത്തിൽ നിന്നേറ്റാൽ പല്ല് തേക്കാത്ത, നിസ്കരിക്കാൻ വരാത്ത, നോമ്പ് നോൽക്കാത്ത, നോമ്പ് ആരെങ്കിലും നോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അവനോട് ഒഴിവാക്കാൻ പറയുന്ന വലിയകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുണ്ടായിരുന്നത് എന്ന് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റും? ഇല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തൃപ്തികരമായ, അവന് പ്രിയങ്കരമായ കാര്യങ്ങളാണ്. അത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹ് നിന്നെ പഠിച്ചത്. അത് ഒരിക്കലും ഇബാദത്ത് അള്ളാഹു നിന്നിൽ നിന്ന് ഉയർത്തുകയില്ല, നിനക്ക് വല്ല ഭ്രാന്തോ മറ്റോ ബാധിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ റുഫിഅൽ ഖലമു അൻ സലാസ്, 3 വിഭാഗം ആളുകൾ അവർക്ക് ഇബാദത്ത് ബാധ്യതയില്ല. ഒന്ന് കുട്ടിയാണ്, ചെറിയ കുട്ടികൾ, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ഇബാദത്തുകൾ ബാധ്യതയില്ല. 2 ഉറങ്ങുന്നവനാണ്, ഉറക്കത്തിലാണ്, അവന് ബോധമില്ല, അതുകൊണ്ട് അവന്റെ മേലും ബാധ്യതയില്ല. 3 വൽ മജ്നൂനു ഹത്താ യഅഖിൽ, ഭ്രാന്തന് ബുദ്ധി വെക്കുന്നത് വരെ അവനും ഇബാദത്ത് ബാധ്യതയില്ല. ബുദ്ധിയുണ്ടോ ഇബാദത്ത് ചെയ്യണം. സഹോദരങ്ങളെ, ഇബാദത്ത് ചെയ്യുക എന്നതാണ് അള്ളാഹു നിന്നെ പടച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം.
ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു യർദാഹ് മിനൽ അഖ്വാൽ. ഇബാദത്തുകൾ പല രൂപത്തിലുണ്ട്. അതിൽ പെട്ടതാണ് അഖ്വാലുകൾ, പ്രവർത്തനങ്ങൾ, വാക്കുകൾ, സംസാരങ്ങൾ. ഇബാദത്താകുന്ന സംസാരത്തിനൊരു ഉദാഹരണം ആരാ പറയാ? ദിക്റുകൾ നാവ് കൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ്. വേറൊരു ഉദാഹരണം ആർക്ക് പറയാൻ സാധിക്കും? വഹദ് പറഞ്ഞു കൊടുക്കുക, ഒരാൾക്ക് നല്ല നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വേറൊരു ഇബാദത്ത് ആർക്ക് പറയാൻ സാധിക്കും? ഖുർആൻ പാരായണം ചെയ്യുക. ഇതൊക്കെ നാവ് കൊണ്ടുള്ള ഇബാദത്തുകളാണ്. ഇതൊക്കെ നാവ് കൊണ്ടുള്ള ഇബാദത്തുകളാണ്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഇബാദത്തുകളാണ്. ഉദാഹരണത്തിന് നിസ്കാരം ഇബാദത്താണ്, നോമ്പ് ഇബാദത്താണ്, സകാത്ത് ഇബാദത്താണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്തുകളാണ്. അസ്സാഹിറ വൽ ബാത്തിന. ഇബാദത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. അവ പുറമേക്ക് പ്രകടമാകുന്ന തരത്തിലുള്ളതുണ്ട്. ഉദാഹരണത്തിന് നിസ്കാരം, നോമ്പ്, ഇതൊക്കെ പുറത്തേക്ക് ആളുകൾക്ക് കാണാം. വൽ ബാത്തിന, അതോടൊപ്പം ഹൃദയത്തിൽ മാത്രം കാണാവുന്ന, ഒരാൾക്കും പുറത്തേക്ക് ദർശിക്കാൻ സാധിക്കാത്ത ഇബാദത്തുകളുണ്ട്. ഉദാഹരണം പറയാൻ ആർക്കാ? നോമ്പ് ഒരു നിലക്ക് പുറത്തേക്കുള്ള തഖ്വ. അഹ്സൻതും. അത്തഖ്വ ഹാഹുനാ. അത്തഖ്വ ഹാഹുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. അവിടുന്ന് ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടി. ഇത് ഹൃദയത്തിലുള്ള കാര്യമാണ്. വേറൊരു ഇബാദത്ത് ആരാ പറയാ? തവക്കുൽ, അല്ലാഹുവിൽ ബരമേൽപ്പിക്കുക എന്ന് ഹൃദയത്തിലെ ഇബാദത്താണ്. വേറൊരു ഈമാൻ, ഹൃദയത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ. പ്രവർത്തനങ്ങൾക്ക് പങ്കുണ്ട്, പക്ഷേ ഹൃദയത്തിലാണ് അതിന്റെ അടിത്തറയുള്ളത്. അതുപോലെ തന്നെ ഖൗഫുൻ, അല്ലാഹുവിനോടുള്ള ഭയം ഇബാദത്താണ്. അല്ലാഹുവിനെ പേടിക്കുക എന്നുള്ളത് ഇബാദത്താണ്. പിന്നെ ഹുബ്ബുൻ, അല്ലാഹുവിനോടുള്ള സ്നേഹം ഇബാദത്താണ്. റജാഉൻ, പ്രതീക്ഷ, അല്ലാഹുവിലുള്ള പ്രതീക്ഷ ഇബാദത്താണ്. ഇതൊക്കെ ഇബാദത്തുകളാണ്. നോക്കി, നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് ഇബാദത്ത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഇബാദത്തുകൾ എന്നാൽ അള്ളാഹുവിന് തൃപ്തികരമായ വാക്കുകളും പ്രവർത്തനങ്ങളുമാണ്. അത് പുറമേക്ക് കാണുന്നതുകൊണ്ട് ഹൃദയത്തിനുള്ളിൽ മാത്രമുള്ള ഇതാണ് ഇബാദത്ത്. ഇങ്ങനെ ഇബാദത്തുകൾ നിർവഹിക്കാനാണ് അള്ളാഹു നമ്മെ പഠിച്ചത്. നാവ് കൊണ്ടുള്ള ഇബാദത്ത് ചെയ്യണം, ഹൃദയം കൊണ്ടുള്ള ഇബാദത്ത് ചെയ്യണം, പുറമേക്കുള്ള ഇബാദത്ത് ചെയ്യണം, ഉള്ളിലേക്കുള്ള ഇബാദത്ത്, ഇതൊക്കെ ചെയ്യണം. ഇതിനാണ് അള്ളാഹു നമ്മെ പഠിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്താണിത്. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത്രയും പറഞ്ഞത് ഇബാദത്തിനെ കുറിച്ചാണ്. ശരി, ഒരു പ്രവർത്തനം എപ്പോഴാണ് ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുക? പല ആളുകളും ചോദിക്കാറുള്ള കാര്യമാണത്. എപ്പോഴാണ് ഒരു പ്രവർത്തനം ഇബാദത്തിന്റെ പരിധിയിൽപ്പെടുക? നമ്മളിപ്പോ അള്ളാഹുവിനോട് മാത്രം സഹായം തേടണം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരിൽ ചില ആളുകൾ പറയും, നിങ്ങൾ ഡോക്ടറോട് ചോദിക്കലില്ലേ അസുഖം മാറാൻ വേണ്ടിയിട്ട്? അപ്പൊ നിങ്ങൾ വീട്ടിലുള്ള ഭാര്യനോട് വെള്ളം എടുത്തു തരാൻ ചോദിക്കലില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയാണോ? ഒരു പ്രവൃത്തി ഇബാദത്താകണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു അതിൽ പ്രധാനമായും 2 കാര്യങ്ങൾ ഉണ്ടാകും, അതല്ലെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാകും. അവർ പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഒരു പ്രവൃത്തി ഇബാദത്താകണമെങ്കിൽ അതിൽ അവർ പറഞ്ഞു, ഹുവ തദല്ലുൽ വൽ ഖുദൂഉ ബിമാ ശുരിഅ അലാ വജ്ഹിൽ മഹബ്ബ. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ വിനയവും ഉണ്ടാകണം. ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മൾ ഡോക്ടറോട് പോയിട്ട് അസുഖം മാറ്റി തരുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങേയറ്റത്തെ വിനയത്തിലും താഴ്മയിലാണോ ചോദിക്കുന്നത്? അല്ല, അയാൾക്ക് പണം കൊടുക്കുന്നു, അയാൾ നമ്മുടെ രോഗം നോക്കുന്നു, മരുന്ന് തരുന്നു, തിന്നില്ലെങ്കിൽ തിന്നില്ല. ഇങ്ങനെയാണ് ഡോക്ടറുടെ അരികിൽ ചെല്ലുന്നത്. ഇതുപോലെയാണോ നിങ്ങൾ ഖബറിന്റെ അടുത്ത് പോയിട്ട് വലിയനോട് ചോദിക്കുന്നത്? ഇതുപോലെയാണോ നിങ്ങൾ ഖബറിന്റെ അരികിൽ ചെന്ന് അതിൽ കിടക്കുന്ന ആളുകളോട് സഹായം തേടുന്നത്? വേണമെങ്കിൽ മരുന്ന് എന്നാളാണോ പറയുന്നത്? അങ്ങനെ പറയുന്നത്? വേണമെങ്കിൽ രോഗം മാറ്റി തന്നേക്ക് എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ പറയുന്നത്? അല്ല. ഭാര്യനോട് വെള്ളം ചോദിക്കുമ്പോൾ ഭാര്യയെ ഒന്ന് വെള്ളം തരണേ എന്ന് കരഞ്ഞിട്ടാ പറയില്ല? അല്ല. അത് ഇബാദത്തല്ല. അത് ഇബാദത്ത്. എന്തുകൊണ്ട്? ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ഉണ്ടാകണം. അപ്പോഴാണ് ഇത് ഇബാദത്താവുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ഈ താഴ്മയും വിനയവും ഒരാൾ പ്രകടിപ്പിച്ചാൽ അല്ലാഹുവിനുള്ള ഇബാദത്താണ്.
അള്ളാഹു അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു ഇബാദത്ത് എന്ന പദത്തിൽ തന്നെ അതിനുള്ള സൂചനയുണ്ട്. ഇബാദത്ത് എന്ന പദം തന്നെ ഈ താഴ്മയും വിനയവും സൂചിപ്പിക്കുന്നതാണ്. അബ്ദ് എന്ന് പറയുന്നത് ആർക്കാണ്? അടിമക്കാൻ. എങ്ങനെയാ അടിമ ഉടമസ്ഥന് മുന്നിൽ പോയി നിൽക്കാൻ? അഹങ്കാരത്തോടു കൂടിയാണോ? അല്ല, വിനയത്തിലാണ് നിൽക്കുക, അങ്ങേയറ്റത്തെ താഴ്മയിലാണ് നിൽക്കുക. അറബിയിൽ ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്ന വടികൾക്ക് പറയും തരീഖുൻ മുഅബ്ബദ്. തരീഖുൻ മുഅബ്ബദ്, അബ്ദായ വടി എന്ന് പറയും. എന്തുകൊണ്ടാണ് അബ്ദായ വടി എന്ന് പറഞ്ഞത്? ആളുകൾ അത് ധാരാളം അതിനു മുകളിൽ തങ്ങളുടെ കാലുകൾ കൊണ്ട് ചവിട്ടി ചവിട്ടി ആ വടി അത്ര മാത്രം നടക്കാൻ യോജിക്കുന്ന രൂപത്തിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അനുസരണയുള്ള കുതിരകൾക്കും നല്ല അനുസരണയുള്ള ഒട്ടകത്തിനും ഈ വാക്ക് പറയും. എന്തുകൊണ്ട്? അവർ അനുസരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതുണ്ടാകേണ്ട അതിൻ്റെ പ്രധാനപ്പെട്ട അതിലെ ഘടകം ഈ പറഞ്ഞ താഴ്മയാണ്. അത് ഒരു ഇബാദത്തിൽ നിന്ന് എടുത്തു നീക്കപ്പെട്ടാൽ അത് ഇബാദത്ത് അല്ലാതെയാകും. മുതകബ്ബിറാണ്, അഹങ്കാരിയാണ്. നീ അല്ലാഹുവിന് മുൻപിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ നീ ചിന്തിക്കാൻ, ഓ ഞാൻ ഇത്ര ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതല്ലേ, അള്ളാഹു എന്നെ പരിഗണിക്കേണ്ടതല്ലേ, അവൻ എന്നെ നോക്കേണ്ടതല്ലേ, ഞാനിതൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ എന്ന് അവൻ ചിന്തിച്ചാൽ അവൻ അബ്ദല്ല, അവന്റെ ഇബാദത്ത് പരിഗണിക്കപ്പെടുന്നതല്ല, അവൻ അഹങ്കാരിയാണ്. അള്ളാഹുവിന് നീ ചെയ്യുന്ന ഇബാദത്തുകൾ അവനുള്ള ഔദാര്യമല്ല, അവന്റെ അവകാശമാണ്. അള്ളാഹുവിന് അർഹതപ്പെട്ട അവന് അവകാശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരാൾ ഈ പറഞ്ഞ തദല്ലുൽ, ഈ പറഞ്ഞ താഴ്മയില്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ മുതകബ്ബിറാണ്. അവൻ 1000 വഖ്ത് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ഹൃദയത്തിൽ കിബ്ർ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇബാദത്താവുകയില്ല. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ താഴ്മയും വിനയവുമാണ്. അതോടൊപ്പം എന്തുണ്ടാകണം? അലാ വജ്ഹിൽ മഹബ്ബ, ഈ പറഞ്ഞത് സ്നേഹമുള്ള രൂപത്തിലായിരിക്കണം. സ്നേഹത്തോടുകൂടി നിർവഹിക്കുമ്പോൾ മാത്രമേ അത് ഇബാദത്താവുകയുള്ളൂ. ഉദാഹരണത്തിന് ചിലപ്പോൾ ആളുകൾ പോലീസിന്റെ മുന്നിലോ മറ്റോ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവരോട് വലിയ വിനയവും താഴ്മയും കാണിക്കും. ഭരണാധികാരിയുടെ മുന്നിൽ വലിയ വിനയവും താഴ്മയും കാണിക്കും. സുൽത്താനായ ആള്, ഖലീഫയായ ആള്, അല്ലെങ്കിൽ വലിയ ഭരണാധികാരിയായ ആള് അയാൾ ശിക്ഷിക്കുമോ എന്ന് പേടി ചിലപ്പോൾ താഴ്മയിൽ നിൽക്കും. പക്ഷെ അതെന്തല്ല, അത് ഇബാദത്തല്ല. എന്തുകൊണ്ട് ഇബാദത്തല്ല? ഈ പറഞ്ഞയാൾ തന്നെ ശിക്ഷിക്കുമോ എന്ന പേടി കാരണത്താൽ മാത്രമാണ് അവൻ അങ്ങനെ നിൽക്കുന്നത്, ഇയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അവന്റെ മുൻപിൽ താഴ്മയും വിനയവും കാണിക്കുന്നതോടൊപ്പം എങ്ങനെ നമ്മൾ ഇബാദത്ത്? ഇഷ്ടത്തോടു കൂടിയാണ്, സ്നേഹത്തോടു കൂടിയാണ്, താല്പര്യത്തോടു കൂടിയാണ്. അതല്ലെങ്കിലോ ഒരാൾ താല്പര്യമില്ല, എന്തെങ്കിലും കാര്യലാഭത്തിനു വേണ്ടി, ആളെ കാണിക്കാൻ വേണ്ടി, ജനങ്ങൾ പറയുന്നതിനു വേണ്ടി അങ്ങനെയാണ് അവൻ ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അവൻ ആരാണ്? മുനാഫിഖാണ്, കപടനാണ്. അള്ളാഹുവിനോട് ഇഷ്ടമില്ലാതെയാണ് അവൻ ഇബാദത്തിന് വരുന്നത് എങ്കിൽ അവൻ മുനാഫിഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞതുപോലെ, അവർ നിസ്കാരത്തിന് വന്നെത്തുമ്പോൾ മുൻപ് وإذا قاموا إلى الصلاة قاموا كسالى يراؤون الناس ولا يذكرون الله إلا قليلا. جزاك الله خير. അവർ നിസ്കാരത്തിന് നിന്നാൽ മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. യുറാഊന الناس, അവർ ജനങ്ങളെ കാണിക്കുകയാണ്. ولا يذكرون الله إلا قليلا, അല്ലാഹുവിനെ അവർ വളരെ കുറച്ചല്ലാതെ സ്മരിക്കുകയില്ല. സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. മുനാഫിഖുകളെ കുറിച്ച് തന്നെ പറഞ്ഞ ആയത്താണ്, കുഫാറുകളെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. അവർ അല്ലാഹു അവതരിപ്പിച്ച വിധിവിലക്കുകളെ വെറുത്തു, അത് കാരണത്താൽ അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം നിഷ്ഫലമാക്കി. അപ്പോൾ നിങ്ങൾ ഇബാദത്താകണമെങ്കിൽ താഴ്മയും വിനയവും ഉണ്ടാകണം. അത് മാത്രം ഉണ്ടായാൽ മതിയോ? ഇല്ല, സ്നേഹമുണ്ടാകണം. സ്നേഹത്തോടുകൂടി നിർവഹിക്കുന്നതാണ് ഇബാദത്താവുക. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ മറുപടി കിട്ടും. ഡോക്ടറെ അടുത്ത് പോകുന്നതും ഭാര്യൻ്റെ അടുത്ത് പോകുന്നതും ബാപ്പാനോടും ഉമ്മാനോടും ചോദിക്കുന്നതും ഈ പറഞ്ഞതൊക്കെ ഇതിനുള്ള മറുപടിയാണ്. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അതിൽ അങ്ങേയറ്റത്തെ താഴ്മയും അനുസരണവും ഉണ്ടാകണം, താഴ്മയും വിനയവും ഉണ്ടാകണം.
അതിൽ സ്നേഹവും ഉണ്ടാകണം. ഒരാൾ താഴ്മയില്ലാതെ ഇബാദത്ത് ചെയ്താലോ മുതകബ്ബിറാണ്, അഹങ്കാരിയാണ്. അതല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ അവൻ വിസമ്മതിച്ചാൽ, അവൻ അഹങ്കാരം കാണിച്ചാൽ അവൻ സിന്ദീഖാൻ, മുൽഹിദാൻ, നിരീശ്വരവാദിയാണ്, നിർമ്മതവാദിയാണ്. അതുപോലെ തന്നെ സ്നേഹമുണ്ടായിരിക്കണം. സ്നേഹമില്ലാതെ ഇബാദത്ത് ചെയ്യൽ മുനാഫിഖാൻ. അതുപോലെ തന്നെ അവർ പറഞ്ഞു വഹുവ തദല്ലുൽ വൽ ഖുദൂഉ ബിമാ ശുരിഅ, അല്ലാഹു കൽപ്പിച്ച രൂപത്തിൽ ഇബാദത്ത് ചെയ്യണം. അവൻ കൽപ്പിച്ചതുപോലെ ചെയ്യണം. ഒരാൾ തനിക്ക് തോന്നിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ഇബാദത്താണെന്ന് പറഞ്ഞത് ഇബാദത്താവും അല്ല. അല്ലാഹു കൽപ്പിച്ചതുപോലെ നിർവഹിക്കണം. അപ്പോൾ മാത്രമേ അത് ഇബാദത്താവുകയുള്ളൂ. ഒരാൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി, ഉദാഹരണത്തിന് ഒരു ഉടമസ്ഥൻ അയാൾ തൻ്റെ അടിമയോട് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ഇതായത് ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെക്കണമെന്ന് പറഞ്ഞു. അവൻ തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് വെച്ചാൽ അവൻ യഥാർത്ഥ അടിമയാണോ? അവൻ ഉടമസ്ഥന്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു എങ്ങനെയാണോ നിന്നോട് കൽപ്പിച്ചത് അങ്ങനെ അനുസരിക്കണം. നിനക്ക് തോന്നിയതുപോലെയല്ല. നിനക്ക് തോന്നിയതുപോലെ നീ അള്ളാഹുവിനെ അനുസരിക്കാൻ വടികൾ കണ്ടെത്തിയാൽ നീ നസാറാക്കളോട് സാദൃശ്യമുള്ളവനായിരിക്കുന്നു. അവരിതേ പരിപാടിയാണ് ചെയ്തത്. അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ പുതിയ വടികൾ ഉണ്ടാക്കി. ബ്രഹ്മചര്യം അവരുണ്ടാക്കിയ വടിയാണ്. എന്തിനു വേണ്ടി ബ്രഹ്മചര്യം അവർ അനുഷ്ഠിച്ചത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അവർ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ ബ്രഹ്മചര്യം. സ്ത്രീകൾ, കന്യാസ്ത്രീകൾ വിവാഹം കഴിക്കാതെ ജീവിതം മുഴുവൻ കർത്താവിന്റെ മണവാട്ടിയാകാനുള്ള തയ്യാറെടുപ്പിൽ ദുനിയാവിൽ കഴിച്ചുകൂട്ടാൻ അള്ളാഹു ഇത് കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ റബ്ബ് ഈ പറഞ്ഞത് അവരോട് കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പുരോഹിതന്മാർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവർ അവർ സ്വയം അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഈ വടി ഉണ്ടാക്കിയത്. പക്ഷേ അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലവും അവൻ്റെ സ്നേഹവുമാണോ ലഭിക്കുന്നത്? ഇല്ല. അള്ളാഹു പറഞ്ഞ വഴിയിലല്ല അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ഈ 3 കാര്യമാണ്. ഒന്ന്, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഉണ്ടാകണം. 2, അത് സ്നേഹത്തോടു കൂടി നിർവഹിക്കുന്നതായിരിക്കണം. 3, പറഞ്ഞതുപോലെ നിർവഹിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്താൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾ നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിച്ചത് അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇത് മറ്റു വല്ലവരോട് ചെയ്താൽ നീ അവൻ്റെ അടിമയാണ്. ഓരോ ജാറത്തിലും ഓരോ മക്ബറയിലും ഓരോ അമ്പലങ്ങളിലും ഓരോ പള്ളികളിലും ഓരോ ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കൃത്യമായ രൂപങ്ങളും വിധിവിലക്കുകളും ഒക്കെ പാലിച്ച് ചില ജാറത്തിൽ പോയ എല്ലാ ജാറത്തിലും ഒരുപോലെയാണോ? അല്ല. ചില ജാറത്തിൽ പോയാൽ ആദ്യ 2 റക്അത്ത് നിസ്കരിക്കണം, പിന്നെ പഴം കൊടുക്കണം, എന്നിട്ട് വേറൊരു തുണി എടുത്ത് ജാറം മൂടണം, അതിനുശേഷം ചോദിക്കണം. അതിൻ്റെ ഇടയിൽ പൈസ വെക്കും വേണം. അതില്ലാതെ ഒരു ജാറും ഉണ്ടാവില്ല. എല്ലായിടത്തുള്ള ഒരേ ഒരു കർമ്മം അത് മാത്രമാണ്, പണം വെക്കാന്നുള്ളത്. ബാക്കിയുള്ള രൂപത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ രൂപങ്ങൾ, ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹു അല്ലാത്തവരുടെ മുൻപിൽ ഈ പറഞ്ഞ വിനയവും താഴ്മയും കാണിക്കുകയും അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയും അവരുടെ കൽപ്പനകൾ അതുപോലെ അനുസരിക്കുകയും ചെയ്താൽ അത് അവർക്കുള്ള ഇബാദത്താണ്. ഇതാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ ആയത്തിൻ്റെ വിശദീകരണമായി ഇൻഷാ അല്ലാഹ് പറയാനുള്ളത്. അടുത്ത ദർസുകൾ മുതൽ നമ്മൾ കുറച്ചുകൂടി വേഗതയിൽ പറയും. തുടക്കത്തിലുള്ള അധ്യായത്തിൽ വരുന്ന ആയത്തുകളും ഹദീസുകളും ഇനി വരാനിരിക്കുന്ന അധ്യായങ്ങൾക്ക് അടിത്തറയിടുന്ന അധ്യായമാണ്. ഈ ആദ്യത്തെ ചില അധ്യായങ്ങൾ ഇനി വരാനുള്ള അധ്യായങ്ങൾക്കുള്ള അടിത്തറയാണ്. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പഠിക്കുന്ന ആയത്തുകളും ഹദീസും മനഃപ്പാഠമാക്കണം. ഇത് നിങ്ങൾ മനഃപ്പാഠമാക്കണം. ഇതിൽ പറയുന്ന ഹദീസുകൾ ഇൻഷാ അല്ലാഹ് ആ ഹദീസുകളിൽ തെളിവിൻ്റെ ഭാഗം ഏതാണ് എന്ന് ഞാൻ ഓരോ സന്ദർഭത്തിലും വിവരിക്കും. ചില ഹദീസുകൾ നല്ല സുദീർഘമായ ഹദീസായിരിക്കും. അതിൽ നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട ഭാഗം ഞാൻ പറയാം. ഒരു ചെറിയ ഭാഗമേ ഉണ്ടാവുള്ളൂ. നിങ്ങളത് മനഃപ്പാഠമാക്കണം. എന്നിട്ട് സഹോദരങ്ങളെ തൗഹീദിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ തെളിവുകൾ മുഖേന ക്ഷണിക്കുക. അതിൻ്റെ ബറക്കത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനങ്ങൾ മാറും. ഈ കിതാബ് തന്നെ, ഈ ഗ്രന്ഥം തന്നെ അതിന് വലിയ അടയാളമാണ്. ഒരു രാജ്യം ഒന്നടങ്കം തൗഹീദിൻ്റെ നാടായി മാറുന്നതിന് സഹായകമായ ഗ്രന്ഥമാണിത്. ഇപ്പോഴും ആധുനിക കാലഘട്ടത്തിലും കിതാബ് തൗഹീദ് പഠിപ്പിക്കപ്പെട്ട ചില നാടുകളിൽ ശിർക്കിൻ്റെ കേന്ദ്രങ്ങൾ, ജനങ്ങൾ അവർ സത്യം മനസ്സിലാക്കുകയും അവർ തന്നെ ഒരുമിച്ച് മുന്നോട്ട് വന്ന് ശിർക്കിൻ്റെ കേന്ദ്രങ്ങൾ
നശിപ്പിക്കുകയും തകർക്കുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളമുണ്ട്. സ്വയം ജനങ്ങൾ തന്നെ അവരുണ്ടാക്കി വെച്ച ജാറവും മക്ബറയും, അങ്ങനെ ചില ജാറങ്ങൾ മക്ബറകൾ അവർ പൊളിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇത്രയും കാലം അവർ ആരാധിച്ചിരുന്നത് ഒന്നുമില്ലാത്തൊരു സാധനത്തിനെയാണ്, ഒരു സിമെൻറ്റിൻ്റെ കെട്ടിനെയാണ് ആരാധിച്ചത്. ഇപ്പോഴും അതിൻ്റെ വാർത്തകൾ പല നാടുകളിൽ നിന്നും വരുന്നു. കിതാബു തൗഹീദ് വലിയ ബറക്കത്തുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഈ തെളിവുകൾ സഹോദരങ്ങളെ, തൗഹീദുള്ളവരെ നിങ്ങൾ മനഃപ്പാടമാക്കണം. എന്നിട്ട് നിങ്ങൾ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ ഇങ്ങനെ നിലകൊള്ളണം, മുന്നിലേക്ക് നിൽക്കണം, മടിഞ്ഞിരിക്കരുത്. തൗഹീദുള്ളവർ മടിഞ്ഞിരിക്കരുത്, മുന്നോട്ട് ചലിക്കണം, പ്രവർത്തിക്കണം, പണിയെടുക്കണം, ആളുകളെ ക്ഷണിക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ തലമുറയായിരിക്കില്ല, അടുത്ത തലമുറയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയായിരിക്കും. അവരായിരിക്കും തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായി, അള്ളാഹുവിനെ അനുസരിക്കുന്ന ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം. നമുക്കത് കാണാൻ സാധിക്കില്ല. എത്രയോ ഉലമാക്കൾ അവർ മരണപ്പെട്ടത് ജയിലറകളിലാണ്. അതല്ലെങ്കിൽ എത്രയോ ഉലമാക്കൾ മരിച്ചത് അവരുടെ ശത്രുക്കളുടെ കൈകളിലെ ആയുധങ്ങൾ കൊണ്ടാണ്. പക്ഷേ അവർ ബാക്കി വച്ച ദീനിൻ്റെ പാഠങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ശിഷ്യന്മാർ അവർ കൊളുത്തിയ ആ പ്രകാശം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അങ്ങനെ അവർക്കതിൻ്റെ പ്രതിഫലം ഇങ്ങനെ അവരുടെ ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്തേക്ക് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല അമൽ ഇൽമു പ്രചരിപ്പിക്കലാണ്. ഇൽമിൽ ഏറ്റവും നല്ല ഇൽമു തൗഹീദാണ്. അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കുക, തൗഹീദ് പറഞ്ഞു കൊടുക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ടി നമ്മുടെ സമയവും സന്ദർഭവും മാറ്റിവെക്കുക. കുറച്ചു കാലം മുൻപ് വരെ അത് ഈ നാട്ടിൽ വളരെ പ്രകടമായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ പലപ്പോഴും ആളുകൾ സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്ന്, തൗഹീദുള്ളവർ, അത് ഇതിന് വില മനസ്സിലായ ആളുകൾ, അവർ പലപ്പോഴും മറ്റു പല തർക്കങ്ങളിലുമാണ്, അനാവശ്യമായ വിഷയങ്ങളിലാണ്. അത് തർക്കിച്ചും ഗ്രൂപ്പുകളിൽ കയറിയും 100ഉം 200ഉം മെസ്സേജ് കേട്ടത് പിന്നെയും കേട്ട് അത് ക്ലിപ്പാക്കിയും. അത് സഹോദരങ്ങളെ, നിന്റെ സമയം ബലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്താതിരിക്കുക. പരലോകത്തിനൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമാക്കി. ഈ ഫിത്നകൾ, ഈ ഓരോ മാസവും ഉണ്ടാകുന്ന തർക്കങ്ങളുണ്ടല്ലോ, അതൊരു മാസം കഴിഞ്ഞ് അവസാനിക്കും. പിന്നെ നീ അത്രയും സംസാരിച്ചതൊക്കെ ഇല്ലാതെ നിങ്ങൾ തന്നെ എടുത്തു നോക്കൂ. ഒരു വർഷം മുൻപ് വരെ നിങ്ങൾ വലിയ വിഷയമായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അതൊക്കെ പോയി. തൗഹീദ് അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ പ്രാധാന്യമുള്ള വിഷയമാണ്. അതൊരിക്കലും അവസാനിക്കില്ല. ഈ ജനങ്ങളെല്ലാവരും തൗഹീദുള്ളവരായി തീർന്നു എന്ന് വിചാരിക്കുക. എന്നാലും തൗഹീദ് പറയുന്നത് നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരത് മറന്നുപോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് എപ്പോൾ പറഞ്ഞാലും വാലിഡിറ്റി അവസാനിക്കാത്ത വിഷയമാണ് തൗഹീദ് എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത് പഠിക്കുന്നതിനു വേണ്ടി മാറിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും തൗഹീദ് പഠിക്കുന്നവരും പ്രാവർത്തികമാക്കുന്നവരും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും അതിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവരുമാക്കി അള്ളാഹു നാം ഏവരെയും മാറ്റുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك.